നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിന്റെ സെക്കൻഡ് യൂണിറ്റിലെ കേരള പാഠാവലി സെക്കൻഡ് യൂണിറ്റിലെ ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ആ സെക്കൻഡ് യൂണിറ്റിൽ ആദ്യം ഒരു പ്രവേശക ഭാഗം കൊടുത്തിരിക്കുന്നത് പ്രശസ്ത കവി പ്രഭാവർമ്മയുടെ അപരിഗ്രഹം എന്ന കവിതയിലെ ഒരു ഭാഗമാണ്. കിളിക്കൂട് എന്നാണ് കവിതയുടെ പേര്. കിളിക്ക് വേണ്ടത് കിളിക്കൂടെന്ന് നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ, നമ്മളെ കിളിക്കുണ്ട് ആകാശം കിളിക്കൂടായി, അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെ. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ പേര് തന്നെ ശ്രദ്ധിക്കുക. ഭൂമിയാകുന്നു നാം എന്നതാണ് യൂണിറ്റ്. നാം ജീവിക്കുന്നത് ഭൂമിയാകുന്ന ഗ്രഹത്തിലാണ്. അപ്പോൾ ഇവിടെ ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ടുള്ള പരസ്പര ആശ്രയത്വത്തിലാണ് എന്നുള്ളത് ഈ ഒരു യൂണിറ്റിന്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നൊരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോകുന്നതെന്നും അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നാം തിരിച്ചറിയണമെന്നും ഉള്ളൊരു ലക്ഷ്യമാണ് ഈ യൂണിറ്റിനുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു മനുഷ്യനും, അതായത് ഭൂമിയാകുന്നു ഞാൻ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണെന്ന ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവേശക ഭാഗത്തിൻ്റെ ആശയമായി വരുന്നത്, ആകാശത്തിൻ്റെ അനന്തതയിൽ പറക്കേണ്ട കിളിയെ നാം എന്ത് ചെയ്യുന്നു? കൂട്ടിനകത്ത് അടയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു പറ്റിക്കുകയാണ് കിളിയെ കൂടാണ് ഏറ്റവും സുരക്ഷിതം എന്ന്. എന്നാൽ അതോടൊപ്പം കിളിക്കൊണ്ട് ആകാശം കിളിക്കൂടായി, കിളിയുടെ അവകാശമാണ് ആകാശത്തിലേക്ക് പറന്ന് പോവുക എന്നുള്ളതും അവിടെ തൻ്റെ അനന്ത വിഹായസിൽ പറന്ന് നടക്കുക എന്നുള്ളത്. നമ്മൾ എന്നാലും ഒരു കിളിയെയും അതിലുറങ്ങാൻ വിടില്ല എന്നിവിടെ പറയുമ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് മനുഷ്യനും കിളിയോടൊപ്പം കൂടിനുള്ളിൽ ആണ് എന്നതാണ്. അപ്പോൾ മനുഷ്യൻ ബന്ധിക്കാവുന്ന അല്ലെങ്കിൽ ആകാശത്തിന് അനന്തതയിൽ ചിറക് വിരിക്കേണ്ട കിളിയെ വേലിക്കെട്ടുകൾ തളയ്ക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഇതേ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്ന വേലിക്കെട്ടുകളിൽ ബന്ധിതരാണ്. ഇപ്പം കിളിക്ക് എത്രത്തോളം അതിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുന്നു, അത്രത്തോളം നമ്മളും സ്വാതന്ത്ര്യമില്ലാത്തവരായി മാറുകയാണ് എന്നൊരു ദർശനം ഈ കവിത തരുന്നത്. അപ്പം ഭൂമിക്ക് മേൽ നമ്മൾ നടത്തുന്ന പരിസ്ഥിതി നാശ പ്രവർത്തനങ്ങൾ ആണ് ഈ കവിതയിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പം ജീവജാലങ്ങൾക്ക് നേരെയുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവസാനം മനുഷ്യനെ തന്നെ ഇത്തരമൊരു തടവറയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നൊരാശയ കവിത തരുന്നുണ്ട്. അപ്പം ഭൂമിയിലെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് മനുഷ്യരും മൃഗങ്ങളും പക്ഷിമൃഗാദികളും ആയിട്ടൊക്കെയുള്ള പരസ്പര ആശ്രിതത്വമാണ്. അപ്പം മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിൽ വളരെ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ഒരു പ്രപഞ്ചത്തെയാണ് നമ്മൾ ഈ കവിതയിലൂടെ കാണുന്നത്. അപ്പം ഇതിനകത്ത് ഇനിയും നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് മനുഷ്യന് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഒന്നും ലഭിക്കുന്നില്ല എന്നും, അല്ലെങ്കിൽ അവൻ തന്നെ തീർത്ത ജാതിമത ചിന്തകളുടെ വർഗവർണ്ണ വിവേചനത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് അവനെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കവിതയെക്കുറിച്ച് പറയാം. മാത്രമല്ല താൻ തന്നെ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ താൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ തനിക്ക് താൻ തന്നെ നിർമ്മിക്കുന്ന ഒരു വേലിക്കെട്ടിനുള്ളിലാണ് പലപ്പോഴും മനുഷ്യർ കഴിയുന്നത് എന്നൊരു ചിന്ത കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ്, അല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് കൂടെ നമ്മളെ നയിച്ചിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഈ ആന ഡോക്ടർ ജീവിതത്തിൻ്റെ പൊരുൾ, അർത്ഥം പാരസ്പര്യത്തിലാണ്. കരുണയോടുള്ള ജാഗ്രതയാണ് ജീവിതത്തിൻ്റെ പൊരുളിനെ, അർത്ഥത്തെ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ കാലം ജനങ്ങളുടെയും കാട്ടാനകളുടെയൊക്കെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഡോക്ടറാണ് ഡോക്ടർ കെ എന്ന കൃഷ്ണമൂർത്തി. അങ്ങനെ മൃഗചികിത്സകനായ ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ ചില അനുഭവങ്ങളെയാണ് ഈ നോവലിൻ്റെ പ്രധാന പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത്. ആന ഡോക്ടർ എന്ന പാഠത്തിന്റെ ഒരു പ്രത്യേകത ഒരു സംഭവ കഥയാണെന്നാണ്. അതായത് തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രധാന പ്രമുഖ എഴുത്തുകാരനായ ജയമോഹനാണ് ഈ ഒരു കൃതി എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അറം എന്ന കഥാസമാഹാരത്തിലെ കഥയാണ് ആന ഡോക്ടർ.
ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച കൃഷ്ണമൂർത്തി എന്ന മൃഗ ഡോക്ടറുടെ കഥയാണ്. അപ്പൊ ഈ കൃഷ്ണമൂർത്തി എന്ന വ്യക്തി അദ്ദേഹം ജീവിച്ചിരുന്ന ആളായതുകൊണ്ടാണ് ഇതൊരു സംഭവ കഥയാകുന്നത്. അപ്പൊ വനത്തിലൊക്കെ കൊല്ലപ്പെട്ടതായി അല്ലെങ്കിൽ മരിച്ചു കാണപ്പെടുന്ന ആനകളുടെ പോസ്റ്റ്മോർട്ടത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു ഡോക്ടറായിരുന്നു കൃഷ്ണമൂർത്തി. അപ്പൊ പല ആനമരണങ്ങളും അതിന്റെ കൊമ്പെടുക്കാൻ വേണ്ടിയൊക്കെയുള്ള കൊലപാതകങ്ങളായിരുന്നു എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ആന ഡോക്ടർ എന്ന കഥയിലൂടെ ഡോക്ടർ കെ തമിഴകത്ത് എല്ലാവർക്കും പരിചിതനായി. അപ്പോൾ 2017 രചയിതാവ് ജയമോഹൻ തന്നെ ഇതിനെ മലയാള രൂപത്തിലാക്കി ആണ് നമുക്കറിയാവുന്ന ആന ഡോക്ടർ എന്ന ഈ കഥയിലേക്ക് അദ്ദേഹം ആർക്കും അച്ചടിച്ച് പ്രകാശിപ്പിക്കാവുന്ന രീതിയിൽ ഇത് തമിഴിലും മലയാളത്തിലും ആന ഡോക്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചെത്തുന്നു. അപ്പം മൃഗങ്ങൾക്കാണെങ്കിലും അവർക്ക് ഓർമ്മശക്തി, പൊതുവെ ആനയെക്കുറിച്ച് പറയുന്നത് വളരെയധികം ഓർമ്മശക്തിയുള്ള ഒരു മൃഗമാണെന്നാണ്. അപ്പൊ അത് ഇവിടെ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ആന ഡോക്ടർ എന്ന കഥയിൽ നമുക്കുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് കുട്ടിയാന അതിന്റെ മുറിവേറ്റ കാലുമായി എത്തിച്ചേരുന്നതാണ്. കഥയിൽ നമുക്കറിയില്ല, ആന ഡോക്ടർ വളരെ ലളിതമായ ഒരു കഥയാണ്. ഈ പാഠഭാഗത്തിന്റെ അവസാനത്ത് ഇതിന്റെ അത്യാവശ്യമുള്ള കുറച്ച് നോട്ട്സ് ചേർത്തിട്ടുണ്ട്. കഴിയുന്നതും നിങ്ങൾ 9ാം ക്ലാസ്സുകാരാണ്, സ്വന്തമായിട്ട് എഴുതി ശീലിക്കാൻ ശ്രമിക്കുക. അപ്പൊ കഥ ഞാൻ വായിക്കാം. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്, പക്ഷെ നിമിഷ നേരം കൊണ്ട് ഉറങ്ങി. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടിടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂര് നോക്കുമ്പോൾ, അതായത് ആനയുടെ ആ ഒരു മണം അദ്ദേഹത്തിന് ഗന്ധം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ആനയല്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതില് ഞാനെന്ന് പറയുന്നത് ഇവിടുത്തെ ആഖ്യാതാവാണ്. അത് ഒരു ഫോറസ്റ്റ് ഓഫീസർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ ഡോക്ടർ കെയോടൊപ്പം വനത്തിലൊക്കെ ചുറ്റി സഞ്ചരിക്കാറുള്ളത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ എന്ന് ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ച് നോക്കി. അപ്പൊ ഇവിടെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്, എന്തോ കാരണമുണ്ട്. ഡോക്ടർ അപ്പോൾ ഗം ബൂട്ടുകളൊക്കെ എടുത്തിട്ടു. കാട്ടിലേക്ക് ഇറങ്ങാനുള്ള ബൂട്ടുകളൊക്കെ എടുത്തിട്ടു. കതക് തുറങ്ങുന്ന പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ, നമുക്കറിയില്ലേ കാടിന്റെ ആ ഒരു തണുപ്പ്, അത് ഇങ്ങനെ അകത്തേക്ക് വന്ന് ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. അതായത് കറുത്ത തിരശീലയിൽ സുഷിരങ്ങൾ പോലെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഇരുണ്ട രാത്രി ആകാശത്തിന് മുകളിലെ നക്ഷത്രങ്ങളെ കാണുകയാണ്. ആ നക്ഷത്രങ്ങൾ ഇരുണ്ട തിരശീലയിൽ സുഷിരങ്ങൾ പോലെയാണ് കാണപ്പെട്ടത്. തിരശീലയിലെ സുഷിരങ്ങളെ പോലെ ഇരുണ്ട ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കറുപ്പിൽ കറവകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത കാട്ടിന്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലുകളായി, ഇലകളായി. പിന്നെ ആകാശം ചാര നിറത്തിൽ. അതായത് പെട്ടെന്ന് ഇരുട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇരുട്ട് മാറി ആകാശം തെളിഞ്ഞപ്പോൾ ആനകൾ നിൽക്കുന്നത് കണ്ടു. ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെയെന്ന് ഞാൻ ചോദിച്ചു. 2 വയസ്സെന്ന് അദ്ദേഹം ചൂണ്ടിയപ്പോൾ ഡോക്ടർ ആ ആനക്കുട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യന്റെ നെഞ്ചോളം പൊക്കമുള്ള ഒരു ആനക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഇരുട്ടിന്റെ ഉള്ളിൽ ഇരുട്ടിന്റെ ചലനമായിട്ടാണ്, അവൻ കറുപ്പാണല്ലോ ആനക്കുട്ടി. അപ്പൊ ഇരുട്ടിന്റെ ഉള്ളിൽ ഇരുട്ടിന്റെ ഒരു ചലനമായിട്ടാണ് അവനെ കാണുന്നത്. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്ക് തെളിയിച്ച പിന്നെ കണ്ണ് കാണാതെ, അതുകൊണ്ട് ഞങ്ങൾ കണ്ണ് മിഴിച്ചാണ് നോക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതായത് കാട്ടിന്റെ ആ ഇരുട്ട് പരിചയപ്പെട്ടപ്പോൾ തറയിലെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ തിളക്കവും ഒക്കെ ഞങ്ങൾ കണ്ടു. ആനക്കുട്ടി പതുക്കെ അമറയെ കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ 2 മുന്നിൽ നീട്ടി അദ്ദേഹം അതിന്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തല ആട്ടി ജേഴ്സി പശു കരയെന്ന് വെച്ചാൽ ചിഹ്നം വിളിച്ചു. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ അത് ചിഹ്നം വിളിക്കാൻ തുടങ്ങി. അപ്പൊ കാലിൽ വ്രണമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അപ്പൊ അതിന്റെ ദേഹം ഇങ്ങനെ വിറയ്ക്കുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത് ചെന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ എൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്ക് അസ്വസ്ഥമായി പൊളഞ്ഞു. അദ്ദേഹം അതിന്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്ക് അദ്ദേഹത്തിന്റെ തോളിൽ വീണ മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് ഡോക്ടർ എന്നെ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കുട്ടി എന്നയുടെ നെറ്റിയിലും ചെവിയിലും ഒക്കെ തട്ടി അദ്ദേഹം അതിന്റെ അസ്വസ്ഥത മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുമ്പിക്കൈ വളച്ചു നീട്ടി എന്നെ തൊട്ടു. അത് തുമ്പിക്കൈ വളച്ചു നീട്ടി ഈ ഫോറസ്റ്റ് ഓഫീസറെ തൊടുകയാണ്. ഇവനെ ഒന്ന് കിടത്തണം, എന്താണ് പ്രശ്നമെന്ന് നോക്കണം, നീ പോയി എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് വന്ന ഡോക്ടർ പറഞ്ഞു. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി.
നാവ് കൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം അകത്ത് പോയി മരുന്ന് വെട്ടിയെടുത്തോണ്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ആനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ് ഇവിടെ ആഖ്യാതാവ് തിരിച്ചറിയുന്നത്. ഡോക്ടർക്ക് ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുനയെറിഞ്ഞ് തറപ്പിച്ചതിന് ശേഷം പമ്പ് പിടിച്ചിരുന്ന മരുന്ന് പിടിപ്പിച്ച് മരുന്ന് കിടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടി ആനകൾ എന്തിനാണ് തുമ്പിക്ക് രണ്ട് കാലിന്റെ നടുക്ക് മുമ്പോട്ടുമായി ഊഞ്ഞാലടിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഇടയ്ക്കൊന്ന് തൊട്ടുനോക്കിയാൽ കൊള്ളാമെന്ന് ശ്രമിച്ചു. തുമ്പിക്ക് കുഴഞ്ഞ് തളരുന്നത് ഞാൻ കണ്ടു. കാതുകളുടെ അനക്കം നിലച്ചു. പിന്നെയും തുടങ്ങി. കാല് തെറ്റി വീഴാൻ പോയി. ഞെട്ടി ഉണർന്ന് അതെന്നെ നോക്കി. പിന്നീട് 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്ക് നിലത്ത് വീണ് ഊതി മണ്ണ് പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക്, അതായത് മയങ്ങാനുള്ള ഒരു മരുന്നാണ് ഡോക്ടർ കൊടുത്തത്. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴുക്കി. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയിരിക്കുക. അതായത് അത് ബോധം കെട്ട് പോയാൽ അതിൻ്റെ തലയ്ക്ക് ചൂട് വരും എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ കുളിമുറിയിലേക്ക് ഇദ്ദേഹം ഓടിപ്പോയി. മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ നോക്കുകയായിരുന്നു. പിന്നെയും കുപ്പി തന്നെ, പക്ഷെ വലുതല്ല, പുണ്ണ് ചീഞ്ഞിട്ടുമല്ല, വിളക്ക് പിടിച്ചോളൂ. അതായത് ഇതിൻ്റെ കാലിൽ ഒരു കുപ്പിച്ചില് തറച്ചിരിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ ശരീരം ഇങ്ങനെ ഉലഞ്ഞതും അത് അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത്. അപ്പം അതിനൊരു മരുന്ന് കൊടുത്ത് അതിനെ മയക്കി കിടത്തിയതിന് ശേഷമാണ് കാലുകൾ പരിശോധിക്കുന്നത്. ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി കുപ്പിയുടെ അറ്റ എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നതെന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോഴ്സപ്സ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്ത്. ചോര വന്നു. ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ ആ ഒരു മുറിവിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പറയുകയാണ്, വെൽ ഓൾമോസ്റ്റ് ക്ലീൻ, ലക്കി കൈ. എന്തായാലും ഇവനൊരു ഭാഗ്യമുള്ള കുട്ടിയാണ്. അവന്റെ കാലിലിരുന്ന കുപ്പിച്ചില്ല് പൊട്ടിയിട്ടൊന്നുമില്ല. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരികെ കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്ന് അനങ്ങി. ഹീസ് അവേക്ക്. ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത്. അതായത് മയങ്ങാനുള്ള മരുന്ന് കുറച്ചാണ് കൊടുത്തത്. മരുന്ന് പുണ്ണിൽ അല്ലെങ്കിൽ ആ വ്രണത്തിൽ മരുന്ന് വെച്ചപ്പോൾ ആനക്കുട്ടി ഞരങ്ങി. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകൾ തൊട്ട് ഹീസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ എന്ന് പറഞ്ഞ ആനയുടെ ഇനം പറയുകയാണ്. കുട്ടിയുടെ തുമ്പിക്കൈയിൻ്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്ക്? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത്. നീ ഇവനെ മുമ്പ് കണ്ടിട്ടുണ്ട്? ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ, മുഖം കണ്ടാൽ അറിയില്ലേ. 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതുപോലെ കുപ്പിച്ചെല്ലി വരച്ചെടുത്തില്ലേ? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാണ് ഇവൻ. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ചവനും ആളായി കഴിഞ്ഞു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യന്റെ മുഖങ്ങളാണ് ഓർമ്മിച്ച് വെക്കാറുള്ളത്. ഡോക്ടർ എന്നിട്ട് കൈകൾ ഇങ്ങനെ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിങ് എന്ന് ഞാൻ പറഞ്ഞു. പാവ, നല്ല വേദന ഉണ്ടാവും. ഈ കുപ്പിച്ചിലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം നടന്നു വന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ്. അതായത് നമ്മൾ വിചാരിക്കും പോലത്തെ നിസ്സാര മൃഗമൊന്നുമല്ല ആന എന്നാണ് പറയുന്നത്. ആനകളുടെ ഓർമ്മയെ പറ്റിയും ചെറിയ അടയാളങ്ങളെ പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് അവൻ ഇത്രയും ദൂരം വന്നല്ലോ എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ അന്ന് പോയത് ജീപ്പിലാണ്. മാത്രമല്ല അത് 1.5 കൊല്ലത്തിന് മുമ്പാണ്. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾ താണ്ടി വേണം എത്താൻ. 4 റോഡ് മുറിച്ച് കിടക്കണം. ഞങ്ങൾ മടങ്ങി വീടിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഡോക്ടർക്ക് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ ഡോക്ടർ നോ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ട് പോട്ടെ, വരൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് കടന്നു. അപ്പോൾ ഈ കുട്ടി ആന ആദ്യമേ ഡോക്ടർ പറഞ്ഞില്ല, അത് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വരാറില്ല എന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ കടന്നപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. അതായത് അവർക്ക് പറയാനുള്ള ഒരു നന്ദി ഈ ഡോക്ടറെ അറിയിച്ചതാകാം ഇത്തരം ഒരു ചിഹ്നം വിളി. എൻ്റെ ദേഹം വിറച്ചു. കോൾമേയർ കൊണ്ട് കണ്ണീരോടെ ഞാൻ നിന്നു. കാരണം ഈ ഒരു മൃഗങ്ങളാണെങ്കിൽ പോലും അത് കാണിക്കുന്ന ആ സ്നേഹം അല്ലേ, തൻ്റെ കുട്ടിയെ സൗഖ്യമാക്കിയ ആ ഒരു ആനക്കൂട്ടത്തിൻ്റെ മുഴുവനായിട്ടുള്ള സ്നേഹാദരമാണ് അവിടെ കാണുന്നത്. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതായത് ദേവദുന്ദുഭികൾ മുഴങ്ങുന്ന പോലെ മാനത്ത് പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശമൊത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ രൂപം തെളിഞ്ഞു വന്നു. അപ്പോൾ ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. കാരണം ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് ഡോക്ടർ കാണുന്നത്. എൻ്റെ തോളത്ത് തട്ടിയിട്ട് ഡോക്ടർ അകത്ത് മുറിക്കുള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് അദ്ദേഹം ഇത്ര വളരെ കാലം മുമ്പ് തൻ്റെ അമ്മയുടെ കാലിലെ കുപ്പിച്ചില്ല് എടുത്ത് മാറ്റിയ ഡോക്ടറെ തേടി ഈ 100 കിലോമീറ്ററോളം സഞ്ചരിച്ച് കുട്ടിയാന വന്ന കഥയാണ്. അപ്പോൾ ഇതൊരു സംഭവ കഥയായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലെ ഡോക്ടർ കെ എന്ന് പറയുന്ന കൃഷ്ണമൂർത്തി അദ്ദേഹം ജീവിച്ചിരുന്ന ആളായതുകൊണ്ട് തന്നെ ഇതിനത്രയും പ്രാധാന്യമുണ്ട്.
പിന്നെ ഇതിലെ ചോദ്യങ്ങൾ, കൃഷ്ണമൂർത്തിയുടെ കഥാപാത്ര നിരൂപണം, പിന്നെ ഈ ഒരു ഇരുട്ടത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടത് കറുത്ത തിരശീലയിലെ ചെറിയ ദ്വാരങ്ങൾ പോലെ എന്നുള്ള പ്രയോഗ ഭംഗി, ഇതെല്ലാം കൂടെ ചേർത്തൊരു നോട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിയുന്നത് അല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ ഒരു രൂപം, പ്രസംഗം ആവുമ്പോൾ നമ്മൾ തന്നെയാണ് അത് എഴുതി ശീലിക്കേണ്ടത്. അത് 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പൊ അതിന്റെ ഒരു ചെറിയ നോട്ട് അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.